Hello students, welcome to the Board Booster series. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിലെ എന്താണ് പഠിച്ചത്? ഏർലിയർ ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പീരിയോഡിക് ടേബിളിലെ ഏർലിയർ ക്ലാസിഫിക്കേഷൻസ്, അതായത് ഹിസ്റ്ററി ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം എലമെന്റ്സിനെ 118 എലമെന്റ്സ് ആണ് ഈ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അപ്പം എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്, എത്ര പീരീഡ്സ് ഉണ്ട്, എങ്ങനെയാണ് ഇതിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അത് എന്തിന്റെ ബേസിസിലൊക്കെ ആയിരിക്കും, ആരാണ് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ അതായത് ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാണ്, എങ്ങനെ ഈ ഒരു ഇൻവെൻഷനിലേക്ക് എത്തിച്ചേർന്നു അല്ലെ, അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആയിരുന്നു കണ്ടിട്ടുള്ളത്. അവിടെ നമ്മൾ ട്രയാഡ്സ് കണ്ടു അല്ലെ, അതുപോലെ തന്നെ ഒക്ടേവ്സ് എങ്ങനെയാണ്, ആ ലോ ഓഫ് ഒക്ടേവ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സിലിണ്ടറിക്കൽ ടേബിൾ കണ്ടു. ദെൻ അവിടെ അറ്റോമിക് വോളിയം കർവ്, ലോതർ മെയറിന്റെ അറ്റോമിക് വോളിയം കർവ് കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ മെൻഡലീവ്സിന്റെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും ഇതെല്ലാം ഡിമെറിറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് മോഡേൺ പീരിയോഡിക് ടേബിൾ. Who is considered as the father of modern periodic table? Henry Moseley. ഹെൻറി മോസ്ലി ആണ് എന്ത് ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് അല്ലെ. ഹെൻറി മോസ്ലി is considered as the father of modern periodic table. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇതുവരെ നമ്മൾ കണ്ട പീരിയോഡിക് ടേബിളിലെല്ലാം അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലായിരുന്നു എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹെൻറി മോസ്ലി എലമെന്റ്സിന്റെ എക്സ്റേ സ്പെക്ട്രം ഒബ്സർവ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായ എന്താണ്, അറ്റോമിക് മാസിനേക്കാളും എലമെന്റ്സിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയാനായിട്ട് കുറച്ചും കൂടെ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി അറ്റോമിക് നമ്പർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അതായത് ഹെൻറി മോസ്ലി എന്താണ് എലമെന്റ്സിന്റെ അറ്റോമിക് സ്പെക്ട്ര അല്ല എലമെന്റ്സിന്റെ എക്സ്റേ സ്പെക്ട്ര ഒബ്സർവ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള കാര്യമാണ് എന്ത്, അവിടെ എലമെന്റ്സിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളത് അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് മാസിനേക്കാൾ അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ, then he proposed a modern periodic law. What is modern periodic law? The physical and chemical properties of the elements are the periodic functions of their atomic number. ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ, മെൻഡലീവ്സിന്റെ പീരിയോഡിക് ലോ, അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ മെൻഡലീവ്സിന്റെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. പക്ഷെ എന്തായിരുന്നു മോഡേൺ പീരിയോഡിക് ലോ? ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ എന്താ? മോഡേൺ പീരിയോഡിക് ലോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പൊ രണ്ടും കൺഫ്യൂസ്ഡ് ആവരുത്, വ്യത്യാസം മനസ്സിലാക്കാം കേട്ടോ. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ മെൻഡലീഫ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. പക്ഷെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇവിടെ ടോട്ടൽ 118 എലമെന്റ്സ് ആണുള്ളത്. ഓക്കെ, ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നോക്കാം, 7 പീരീഡ്സ് ആണുള്ളത്. 1 2 3 4 5 6 7 പീരീഡ്സ് ആണുള്ളത്. അപ്പൊ എന്താണ് പീരീഡ്സ് എന്ന് പറയുന്നത്? പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സ് ഹൊറിസോണ്ടൽ റോയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ റോസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാലോ വെർട്ടിക്കൽ കോളംസ് ഓഫ് അറേഞ്ച്മെന്റിനെയാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പീരിയോഡിക് ടേബിളില് 7 പീരീഡ്സും അതുപോലെ തന്നെ നോക്കാം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോളം ഓഫ് അറേഞ്ച്മെന്റും പീരീഡ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റോ ഓഫ് അറേഞ്ച്മെന്റും ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ 118 എലമെന്റ്സ് ആണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്തിന്റെ ബേസിലാണ്? അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ്. ഓക്കെ, ആരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ? ആരാണ്? ഹെൻറി മോസ്ലി. ഓക്കെ, ഹു പ്രപ്പോസ്ഡ് മോഡേൺ പീരിയോഡിക് ലോ? ഹെൻറി മോസ്ലി. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദയർ അറ്റോമിക് നമ്പർ. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ലോങ് ഫോം പീരിയോഡിക് ടേബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പീരിയോഡിക് ടേബിളില് 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ആണുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് വിശദമായിട്ട് ഓരോ പീരീഡ്സിലെ എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാം.
ആദ്യത്തെ പീരീഡ് ആരൊക്കെയാ? ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഹീലിയം. ഫസ്റ്റ് ഹൊറിസോണ്ടൽ റോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഹൊറിസോണ്ടൽ റോസ് ആണ്, ഹൊറിസോണ്ടൽ റോസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് പീരീഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് റോയിൽ ആരാ ഉള്ളത്? ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഹീലിയം. 2 എലമെന്റ്സ് ആണ് ഫസ്റ്റ് റോയിൽ ഉള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഏതാ? സെക്കൻഡ് പീരീഡ് കൺസിസ്റ്റ് ഓഫ് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. 8 എലമെന്റ്സ് ആണ്. സെക്കൻഡ് പീരീഡ് കൺസിസ്റ്റ് ഓഫ് 8 എലമെന്റ്സ്. ഓക്കെ, തേർഡ് പീരീഡ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് 8 എലമെന്റ്സ്. എവിടെ തൊട്ട്? ആര് തൊട്ടാണ്? സോഡിയം ടു ആർഗൺ. തേർഡ് പീരീഡിൽ ആരൊക്കെയുള്ളത്? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ഓക്കെ, അപ്പം ആദ്യത്തെ 3 പീരീഡുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പീരീഡില് ഹൈഡ്രജൻ, ഹീലിയം, ഓൺലി 2 എലമെന്റ്സ്. സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ് കൺസിസ്റ്റ് ഓഫ് 8 എലമെന്റ്സ്. ഓക്കെ, സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ അതില് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. തേർഡ് പീരീഡിലാണെങ്കിലോ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 പീരീഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പീരീഡ് നോക്കുമ്പോൾ ഇതില് 18 എലമെന്റ്സ് ഉണ്ട്. ഫോർത്ത് പീരീഡ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ടു ക്രിപ്റ്റോൺ, ദെൻ ഫിഫ്ത്ത് പീരീഡ് റുബീഡിയം ടു സെനോൺ. മൊത്തം 18 എലമെന്റ്സ് ആണുള്ളത്. ഓക്കെ, ദെൻ സിക്സ്ത്, സെവൻത്ത് ഈ 2 പീരീഡിലും കൂടി എത്ര എലമെന്റ്സ് ഉണ്ട്? 32 എലമെന്റ്സ് ആണുള്ളത്. നോക്കും, ഇവിടെ കണ്ടോ, ബാക്കി 2 റോ ആയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ ബാക്കി 2 റോ എലമെന്റ്സ് താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 റോ എലമെന്റ്സ് താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവര് ലാൻത്തനോയിഡ് സീരീസ്, ആക്ടിനോയിഡ് സീരീസ് എന്നാണ് പറയാ. നമുക്ക് വിശദമായിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇവരെ കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ 7 പീരീഡ്സ് ആണുള്ളത്. ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റ്സ്. Second period and third period consist of 8 elements. Fourth and fifth period consist of 18 elements. Then sixth and seventh period consist of 32 elements. Okay, adile 6th 7th period la 57 to 71 arranged bottom of the periodic table. Then അടുത്തത് 7th period la 89 and 103 അല്ലെ 103 atomic number ലൊറൻഷ്യം വരെയുള്ള ആൾക്കാർ ഇതേപോലെ തന്നെ ഈ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവര് സെപ്പറേറ്റ് 2 പീരീഡ്സ് ആണ്. അതായത് ഈ 6th-ന്റെയും 7th-ന്റെയും ഭാഗമായിട്ടുള്ള എലമെന്റ്സ് തന്നെയാണ് ഇവര്. ഇതില് ഫസ്റ്റ് സീരീസിനെ പറയുന്നത് ലാൻത്തനൈഡ് സീരീസ് എന്നും സെക്കൻഡ് സീരീസിനെ പറയുന്നത് ആക്ടിനൈഡ് സീരീസ് എന്നുമാണ്. ഇവര് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ നോക്കാം, നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് പീരീഡ് കോൾഡ് ഷോർട്ടസ്റ്റ് പീരീഡ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്? അതിലാകെ 2 എലമെന്റ്സേ ഉള്ളൂ. ആരൊക്കെയാണ്? ഹൈഡ്രജൻ, ഹീലിയം. ഓക്കെ, ദെൻ അവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 1s ഓർബിറ്റലാണ്. ഓക്കെ, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പഠിച്ചിരുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് പീരീഡില് എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് ആണുള്ളത്. സെക്കൻഡ് പീരീഡിനെ പറയുന്നത് ഫസ്റ്റ് ഷോർട്ട് പീരീഡ് എന്നാണ് പറയാം. സെക്കൻഡ് പീരീഡിനെ ഫസ്റ്റ് ഷോർട്ട് പീരീഡ് എന്നാണ് പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് പീരീഡിൽ ആരൊക്കെ ഉള്ളത്? ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 3. എന്താ അറേഞ്ച്മെന്റ്? 1s2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ലിഥിയത്തിന്റെ 1s2 2s1. ദെൻ നിയോൺ വരുമ്പോഴത്തേനും 1s2 എന്താ വരിക? 2s2 2p6. ഓക്കെ, അപ്പൊ ഇവിടെ എലമെന്റ്സ് ഏതൊക്കെ ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യുന്നത്? 2s. ഏതൊക്കെ സബ്ഷെല്ലിലാണ് ഫില്ലിങ് വരുന്നത് നോക്കാം കേട്ടോ. 2sലും 2pലും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി അടുത്തത് തേർഡ് പീരീഡും നമ്മൾ സെക്കൻഡ് ഷോർട്ട് പീരീഡ് എന്നാണ് പറയാ. കാരണം ഇതിലും 8 എലമെന്റ്സ് ആണുള്ളത്. ആരൊക്കെയാണ്? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏതൊക്കെ സബ്ഷെല്ലാണ്? 3s 3p. ഓക്കെ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. എങ്ങനെ കോൺഫിഗറേഷൻ വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? 1s2 2s2 2p6 3s1. ഓക്കെ, ആർഗൺ വരുമ്പോ എങ്ങനെയായിരിക്കും? 18 ആണ് അറ്റോമിക് നമ്പർ. 1s2 2s2 2p6 3s2 3p6. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏതൊക്കെ സബ്ഷെല്ലാണ്?
3s-ലും 3p-ലും. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അതേപോലെ തന്നെ ഫോർത്ത് പീരീഡിനെ നമ്മൾ ഫസ്റ്റ് ലോങ് പീരീഡ് എന്നാണ് പറയാ. കാരണം ഇതിൽ 18 എലമെന്റ്സ് ആണുള്ളത്. പൊട്ടാസ്യം ടു ക്രിപ്റ്റോൺ. ഇവിടെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്ന സബ്ഷെല്ലുകൾ 4s, 3d, 4p. നമ്മൾ ഓഫ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്താണ് ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റലിലും ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, N+L റൂള്. ഓക്കെ, അതേപോലെ തന്നെ ഫിഫ്ത്ത് പീരീഡിന് സെക്കൻഡ് ലോങ് പീരീഡ് എന്നാണ് പറയാ. അവിടെ റുബീഡിയം ടു ക്സെനോൺ ആണ്. 18 എലമെന്റ്സ് ആണുള്ളത്. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 5s, 4d, 5p. ഓക്കെ, ദെൻ സിക്സ്ത് പീരീഡിന് എന്താ ഫസ്റ്റ് ലോങ്സ്റ്റ് പീരീഡ് എന്ന് പറയും. 32 എലമെന്റ്സ് ആണ്. സെവൻത്ത് പീരീഡിന് സെക്കൻഡ് ലോങ്സ്റ്റ് പീരീഡ് എന്നാണ് പറയാ. ഇവിടെയും എത്ര എലമെന്റ്സ് ഉണ്ട്? 32 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഓരോ പീരീഡിനെ കുറിച്ചിട്ടും വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റ്സ് ആണുള്ളത്, ഹൈഡ്രജൻ, ഹീലിയം. അവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 1s ഓർബിറ്റലിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് തേർഡ് പീരീഡ് 8 എലമെന്റ്സ് വീതാണുള്ളത്. സെക്കൻഡ് പീരീഡിലാണെങ്കിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 2s, 2p ഓർബിറ്റലിലാണ്. തേർഡ് പീരീഡിലും ഇതേപോലെ തന്നെ 8 എലമെന്റ്സ് ആണുള്ളത്. അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? 3s-ഉം 3p. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പീരീഡിലും ഫിഫ്ത്ത് പീരീഡിലും 18 എലമെന്റ്സും അതേപോലെ തന്നെ 6th and 7th 32 എലമെന്റ്സ് ആണുള്ളത്. ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് വരുന്നത്. ആ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ നോക്കാം. അതായത് ആദ്യം 1s-ല്, ദെൻ 1s-ൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 2s-ലേക്ക് പോകും. 2s-ൽ 2 ഇലക്ട്രോൺ, ദെൻ 2p-ലാണെങ്കിൽ എത്ര ഇലക്ട്രോൺ ആണ്? 6 അല്ലെ? ദെൻ 3s, 3p കഴിഞ്ഞാൽ 3d ഫില്ല് ചെയ്യോ? ഇല്ല. എങ്ങനെയാണ്? 4s ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ 3d ഫില്ല് ചെയ്യുന്നത്. ദെൻ 4s കഴിഞ്ഞാൽ 3d, 4p. ഓക്കെ, 4p കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? ദെൻ 5s കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലോട്ടായിരിക്കും ഇലക്ട്രോൺ പോകുന്നത്. 5s കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫില്ല് ചെയ്യുന്നത് 5p. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5p കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്തായിരിക്കും? അടുത്തത് 5d അല്ല. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് 6s കഴിഞ്ഞ് പിന്നെ 4f കഴിഞ്ഞിട്ടാണ് 5d-ൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. ഇത് ഏത് പ്രിൻസിപ്പിൾ ആണ്? ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് അവിടെ ഇലക്ട്രോൺസിന്റെ ആ ഒരു ഫില്ലിംഗ് ഓർഡർ വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ദെൻ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഏതാ? നമ്മൾ പീരീഡ്സിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഓരോ പീരീഡിലും എത്ര എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു നമ്പർ കണ്ടു. ആദ്യത്തെ പീരീഡിൽ 2 എലമെന്റ്സ്, രണ്ടാമത്തേല് 8, മൂന്നാമത്തേൽ 8, 4, 5, 18, then 6, 7, 32. 2, 8, 18, 32. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ, ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ? ഹെൻറി മോസ്ലി. അതുപോലെ തന്നെ എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് of the elements are the periodic functions of atomic number. Atomic number-ന്റെ increasing order-ലാണ് ഇവിടെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ്സും 18 ഗ്രൂപ്പ്സ് ആണുള്ളത്. അത് 7 പീരീഡ്സ് എന്ന് പറയുമ്പം ഹൊറിസോണ്ടൽ റോസും 18 ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോളംസും ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ പീരീഡിലും എത്ര എലമെന്റ്സ് ഉണ്ട്, ഏതൊക്കെ ഓർബിറ്റൽസിലാണ് ഫില്ലിംഗ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 2 എലമെന്റ്സ് ഹൈഡ്രജൻ, ഹീലിയം 1s ഓർബിറ്റലിൽ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് 8 എലമെന്റ്സ് ആണുള്ളത്. അവിടെ ഏതാ? 2s, 2p ഓർബിറ്റലിലാണ് ഫില്ലിങ്. തേർഡ് പീരീഡിൽ അതുപോലെ തന്നെ 8 എലമെന്റ്സ് ആണുള്ളത്. 3s, 3p-ലാണ് ഫില്ലിംഗ് നടക്കുന്നത്. ദെൻ ഫോർത്ത് പീരീഡിൽ 18 എലമെന്റ്സ് ആണ്. 4s, 3d, 4p ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ. ദെൻ അതേപോലെ തന്നെ ഫിഫ്ത്ത് പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെയും 18 എലമെന്റ്സ് ആണ്. ഇലക്ട്രോൺ ഫില്ലിംഗ് 5s, 5d, 5p. 5s, 4d, 5p ഓർബിറ്റൽസിലാണ്. ദെൻ സിക്സ്ത് പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ 6s, 4f, 5d, 6p ഓർബിറ്റൽസിലാണ്. സെവൻത്ത് പീരീഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 7s, 5f, 6d, 7p ഓർബിറ്റൽസിലാണ്. ഓക്കെ, അപ്പം ആ ഓർബിറ്റൽസ്, ആ ഇലക്ട്രോൺ ഫില്ലിങ്ങിന്റെ ഓർഡർ ഓഫ് ബോ പ്രിൻസിപ്പിൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിലെ പീരീഡ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി 100 എബോവ് എലമെന്റ്സ് വരുമ്പം ഇവര് വളരെ ട്രേസ് എമൗണ്ടിലായിരിക്കും നേച്ചറിൽ പ്രസന്റ് ആയിട്ടിരിക്കാം.
അപ്പം ഇവരെ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ കണ്ടുപിടിച്ചത് അയാളുടെ പ്രിവിലേജ് ആണ് ആ എലമെന്റിന് നെയിം ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം അതിലൊരു കോൺട്രവേഴ്സി വരാതിരിക്കാനായിട്ട് എലമെന്റ്സ് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് വരെ, അതായത് അതിന്റെ പ്രോപ്പർട്ടീസും എല്ലാം അത് ഒഫീഷ്യലി അംഗീകരിക്കപ്പെടുന്നത് വരെ ആ എലമെന്റ്സിന് എന്താണ് ഒഫീഷ്യൽ നെയിമിന് പകരം IUPAC നെയിം ഉപയോഗിക്കണം എന്ന റൂള് വന്നു. അതായത് ജസ്റ്റ് അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സീസ് ഒക്കെ ഒഴിവാക്കാനായിട്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ആരാണോ കണ്ടുപിടിച്ച അവരുടെ ഒരു പ്രിവിലേജ് ആണല്ലോ നെയിം ചെയ്യാന്നുള്ളത്. അപ്പം രണ്ടുപേരും അത് ഒരു ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ പോലെയൊക്കെ വന്നിരുന്നു. അതായത് പെട്ടെന്ന് കണ്ടുപിടിക്കുക, നെയിം ചെയ്യുക. അപ്പം അങ്ങനെ ഒരു കോൺട്രവേഴ്സിയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഓരോ എലമെന്റ് കണ്ടുപിടിച്ച് അത് ഒഫീഷ്യലി അതിന് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് വരെ എന്താണ് IUPAC നെയിം യൂസ് ചെയ്യാന്നുള്ള റൂൾ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് 100 എബോവ് എലമെന്റ്സ് വരുമ്പോൾ, അതായത് അറ്റോമിക് നമ്പർ 100 എബോവ് വരുമ്പം അവരുടെ നെയിം എങ്ങനെ ചെയ്യണം, അതാണ് നമ്മളിവിടെ ഈ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതില് നമുക്ക് ഓരോ ഡിജിറ്റ് നോക്കാം. ഡിജിറ്റ് 0 വന്നിട്ടുണ്ടെങ്കിൽ നിൽ എന്നാണ് യൂസ് ചെയ്യുന്നത്, അബ്രിവേഷൻ N ആണ്. 1 ആണെങ്കിൽ അൺ, U ആണ്. 2 ആണെങ്കിൽ ബൈ, B. 3 ആണെങ്കിൽ ട്രൈ, T. 4 ആണെങ്കിൽ ക്വാഡ്, Q. 5 പെന്റ്, P. 6 ഹെക്സ്, H. 7 സെപ്റ്റ്, S. 8 oct, O. 9 NE. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എലമെന്റ്, അതായത് 1 0 2 ആന്ന് വിചാരിക്കാം. ഇതിനെങ്ങനെ നമ്മൾ നെയിം ചെയ്യാം? 1 എന്ന് പറയുമ്പോൾ എന്താ നെയിം അൺ, 0 നിൽ. ഓക്കെ, ദെൻ 2 എന്ന് പറയുമ്പോ എന്താ ബൈ. നേരെ എന്ത് ചേർക്കാം? ഒരു IUM ചേർക്കാം. അപ്പൊ എന്താ പേര്? അന്നിൽ ബൈ അല്ലെ? അപ്പൊ ഇതിന്റെ സിമ്പിൾ എന്താ വരിക? ഫസ്റ്റ് ലെറ്റർ UNB. ഓക്കെ, ഇങ്ങനെയാണ് അവിടെ എലമെന്റ്സിനെ നെയിം ചെയ്ത് അവരുടെ സിമ്പിൾ പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം എന്താ പറയുക, നമുക്കറിയാം 118 എലമെന്റ്സ് ആണുള്ളത്. ഭാവിയിൽ ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. അതിന് നമുക്ക് എങ്ങനെ നെയിം ചെയ്യാൻ പറ്റും? 118 ആണല്ലേ. 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? നോബിൾ ഗ്യാസ്. നെക്സ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത് ആരായിരിക്കും? 190 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ആൽക്കലി മെറ്റൽസ്. അപ്പൊ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ഈ ഫ്യൂച്ചറിൽ കണ്ടുപിടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ആൽക്കലി മെറ്റൽ എന്നുള്ള രീതിയിൽ ഏതായിരിക്കും? 120 ആയിരിക്കും അറ്റോമിക് നമ്പർ വരിക. അപ്പൊ ഇവിടെ എങ്ങനെ നെയിം ചെയ്യാം? അൺ ബൈ നീലിയം അല്ലെ? അൺ ബൈ നീലിയം. ഒരു IUM ലാസ്റ്റ് ചേർക്കാം. അപ്പൊ ഇതിന്റെ എന്താ സിമ്പിൾ വരിക? UBN. ഓക്കെ, UBN. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ എങ്ങനെയാണ് നെയിം ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, അതായത് IUPAC നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, നമ്മൾ ആദ്യം അത് നോക്കാം. ഏതാ? 1 ആണെങ്കിൽ അൺ, ദെൻ 2 ആണെങ്കിൽ ബൈ, 0 വന്നപ്പോ നിൽ, പ്ലസ് IUM. ഓക്കെ, ഓരോന്നിന്റെയും ഫസ്റ്റ് ലെറ്റർ എടുക്കാം, നമ്മൾ അതിന് സിമ്പിൾ എഴുതാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇതാണ് IUPAC നോമൻക്ലേച്ചർ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ കണ്ടിട്ടുള്ളത് മോഡേൺ പീരിയോഡിക് ടേബിൾ, അതേപോലെ തന്നെ എത്ര പീരീഡ്സ് ഉണ്ട്, എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്, ദെൻ എങ്ങനെയാണ് 100 എബോവ് അറ്റോമിക് നമ്പർ വരുമ്പോൾ അവരുടെ നെയിം IUPAC നോമൻക്ലേച്ചർ അനുസരിച്ച് എങ്ങനെ നമ്മൾക്ക് അവർക്ക് നെയിം ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതേപോലെ തന്നെ ഡിഫറെന്റ് ബ്ലോക്സ് ഓഫ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ പീരിയോഡിക് ട്രെൻഡ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. ഓക്കെ, താങ്ക് യു.